ഓം നമോ ഭഗവതേ വാസുദേവായ. മനുഷ്യജന്മം കർമ്മഫലം അനുഭവിക്കാനുള്ളതാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലാത്തതിനെ ചൊല്ലി വേദനിക്കുകയാണ് നാം പലരും. നമുക്ക് അർഹിക്കുന്നത് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഈശ്വരൻ തരും. ഈശ്വരനിലേക്ക് സ്വയം സമർപ്പിതമാകുവാനുള്ള വിധി ആണെങ്കിൽ പോലും പല പ്രശ്നങ്ങളിൽ കൂടി ആയിരിക്കും നമ്മളിലേക്ക് എത്തിച്ചേരുക. ഭൗതിക ജീവിതം പ്രശ്നങ്ങളുടെ വിളനിലമാണ്. ജീവിതം പോലെ തന്നെ താൽക്കാലികമാണ് പ്രശ്നങ്ങളും. ഓർമ്മകൾ കഴിഞ്ഞു പോയതാണ്. ദുഃഖങ്ങൾ ഇല്ലാത്തതിനെ ചൊല്ലിയും കഴിഞ്ഞതിനെ ഓർത്തുമാണ്. ഭാവിയെ ഓർത്തും വിഷമിക്കുന്നവരാണ് നാം എല്ലാവരും. സന്തോഷിക്കാൻ കാരണങ്ങൾ മെനയുമ്പോൾ സങ്കടപ്പെടാൻ കാരണങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണ്. ചിലർക്ക് സങ്കടങ്ങളും ചിലരുടെ സന്തോഷവും നൽകും. ചിലരുടെ സങ്കടം ചിലർക്ക് സന്തോഷമുണ്ടാക്കും. ഇന്ന് ദുഃഖിക്കുന്നവർ നാളെ സന്തോഷം അനുഭവിക്കും എന്നത് കാലം തെളിയിച്ചാണ്. ഈ ചെറിയ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിച്ചാൽ ജീവിതം സന്തോഷം നൽകും. കിട്ടാത്തതിൻ്റെ പിന്നാലെ പാഞ്ഞ് സമയം പാഴാക്കാതെ ജീവിച്ചുകൊണ്ട് നേടാൻ ഉള്ളതിനെ പരിശ്രമിക്കുക. നമുക്ക് അർഹപ്പെട്ടത് തീർച്ചയായും കഠിന പരിശ്രമം കൊണ്ട് ഈശ്വരൻ നൽകും. അനുഭവിക്കാനുള്ള കർമ്മഫലം അനുഭവിച്ചു തന്നെ തീരണം. പരിഹാരം കർമ്മം ചെയ്താലും കർമ്മഫലം ചെറിയ രീതിയിൽ എങ്കിലും നാം അനുഭവിക്കാതെ തരമില്ല. ഒരുപാട് പാപം ചെയ്തു കൂട്ടി ഒടുവിൽ ഒന്നിച്ച് പരിഹാരം ചെയ്താലും അനുഭവിക്കാനുള്ളത് പരിഹാരമാകില്ല. അതിന് കർമ്മിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുഖം ആണെങ്കിലും ദുഃഖമാണെങ്കിലും കർമ്മഫലം അനുഭവിക്കാനുള്ളതാണ്. സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളിൽ നിന്നും ഭിന്നമായി ഉണ്ടാകുന്നതാണ് ശാന്തി. അത് ലഭിക്കുന്നത് ഈശ്വരനിൽ നിന്നും ആത്മീയതയിൽ നിന്നുമാണ്. നന്മയുള്ള മനസ്സുകളിൽ കടമകൾ നിറവേറ്റി കഴിയുമ്പോൾ ആത്മാവിൽ ലഭിക്കുന്ന സുഖമാണ് ശാന്തി. സുഖദുഃഖങ്ങളിൽ മനസ്സ് ഭ്രമിക്കാത്ത അവസ്ഥ, ചിന്തകളെ വാസനകളെ അകറ്റി മനസ്സിനെ നിർവികാരമാക്കുവാൻ സാധിച്ചാൽ സദാ ശാന്തി അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.